അപ്പോൾ വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ് ടു എവരി വൺ. ഗുഡ് ഈവനിങ്. ആരൊക്കെ കുറച്ച് പേരുള്ളവരൊക്കെ ക്യാമറയ്ക്ക് പുറകിലാണോ? നമുക്ക് തുടങ്ങാം, ഇന്നത്തെ സെഷൻ തുടങ്ങാം. യെസ്, വെൽക്കം. ഗുഡ് ഈവനിങ്. ഉള്ളവരെ കൊണ്ട് നമുക്ക് തുടങ്ങാം. സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അവർക്കൊക്കെ റെക്കോർഡിംഗ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? സോ ലെറ്റ്സ് കണ്ടിന്യൂ. ബാക്കിയുള്ളവർ പതുക്കെ വരട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും പലർക്കും ആൾക്ക് നാളത്തെ ക്ലാസ്സിൽ അധികം ആൾക്കാരുണ്ടാവും. ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ നമ്മൾ സംസാരിച്ച വിഷയത്തിന്റെ കണ്ടിന്യൂഷനിലേക്ക് തന്നെ പോകാം. ഈ ഒരാഴ്ച നമുക്ക് മാനിഫെസ്റ്റേഷൻ മാത്രം സംസാരിച്ച് അടുത്ത ആഴ്ച നമുക്ക് ഹാപ്പിനെസ് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ നാളെ വൈകിട്ട് നമുക്ക് ഇതേ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ലൈവും ഉണ്ടായിരിക്കും നാളെ വൈകുന്നേരത്തത്. മറ്റന്നാൾ സൺഡേ മോർണിംഗ് നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ട്. അതുപോലെ സൺഡേ ഈവനിങ് നമ്മൾ പബ്ലിക് ഇതുപോലത്തെ വെബിനാർ ഉണ്ട്, പബ്ലിക് കോമൺ വെബിനാർ ഉണ്ട്. ഇനിയിപ്പോൾ മൺഡേ മുതൽ ഇന്നത്തെ സബ്ജക്റ്റ് മൺഡേ മുതൽ നമുക്ക് ഹാപ്പിനെസ് റിലേഷൻഷിപ്പിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും എന്നെ കാണാമല്ലോ അല്ലേ? എല്ലാവർക്കും ഞാൻ പറയുന്നത് മുഴുവൻ ക്ലിയർ ആയി കേൾക്കാമല്ലോ? ഓക്കെ. എന്തെങ്കിലും സൗണ്ട് തടസ്സം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഇല്ലല്ലോ, നമ്മുടെ ബാരി സാറും എല്ലൊക്കെ വരാനിരിക്കണം. സൗണ്ടിന് തടസ്സമൊന്നുമില്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങൾ ആരെയും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഫൈൻ, നോ ഇഷ്യൂസ്. ഐ വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇന്നലെ നമ്മൾ മാനിഫെസ്റ്റേഷനെ പറ്റി വളരെ വിശദമായി പഠിച്ചു. പവർഫുൾ മെത്തേഡ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ പഠിച്ചു, ബെനിഫിറ്റ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ പഠിച്ചു, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് മാനിഫെസ്റ്റേഷൻ എന്നതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായി പഠിച്ചു. അത് നമ്മൾ 10 ഇതിൻ്റെ ടൂൾസുകളും പഠിച്ചു. ഇന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വന്നപ്പോൾ കേട്ട ഒരു ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടു. അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സുമാണ് ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷേ പലർക്കും ഇതൊരു ഡൗട്ട് ഉണ്ട്. ഇന്നലെ നമ്മൾ സംസാരിച്ചതാണ്. എങ്കിലും എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ വൈ ഇറ്റ്സ് വൈഡ്ലി യൂസ്? ഇത്രയും പോപ്പുലർ ആയിട്ട് വേൾഡിൽ എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞു മാനിഫെസ്റ്റേഷന്റെ 10 ടൂൾസുകളെ പറ്റി പറഞ്ഞു. ആ 10 ടൂൾസിൽ ഒരു ടൂള് മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. അപ്പോൾ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? എന്തുകൊണ്ടാണ് അത് ഇത്രയും വൈഡായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത്? ഇതൊരു മാജിക് ആണോ, അല്ല ഇതൊരു എന്താ പറയുക, മാജിക് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കിന്ന് മനസ്സിലാക്കാം. അതാണ് നേരത്തെ എനിക്ക് തോന്നുന്ന സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്തൊരു മാഡം രൂപ എന്ന് പറയുന്ന അവര് ശ്രീ രവിശങ്കർ ഗുരുജിയുടെ ക്ലാസ് സ്ഥിരമായി നടത്തുന്ന ആളാണ്. അവർ പ്രാക്ടീഷണറാണ്. എങ്കിലും അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് പോലും അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്, എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യണം എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ്. അതിലൊന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഗുണം ചെയ്യാം. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ സുപരിചിതമായി കേൾക്കുന്ന വാക്കായിരിക്കാം ലോ ഓഫ് അട്രാക്ഷൻ. എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു, എങ്ങനെ അതിനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഗുണകരമാക്കി മാറ്റിയെടുക്കാം എന്നാണ് നമ്മുടെ വിഷയം. ആർക്കെങ്കിലും അറിയോ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ ഫിലോസഫി ബിഹൈൻഡ് ഇറ്റ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്താൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് അറിയുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാം. എന്താണ് ഇതിന്റെ സയൻസ്? ഓക്കെ, ഞാൻ നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഓരോ പണിയിലായിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ ഈസ് എന്താ പറയുക, ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ആണിത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വാട്ട് ഈസ് യുവർ തോട്ട് ദാറ്റ് ബിക്കം എ റിയാലിറ്റി. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ള നോർമൽ ആയിട്ടുള്ള കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമേ കിട്ടൂ എന്നൊന്നുമില്ല.
ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ലോ ഓഫ് അട്രാക്ഷനിൽ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് സംഭവിക്കുന്നു എന്നത് മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷനിലുള്ളതെങ്കിൽ അതിനെ നമുക്ക് ആവശ്യമായ രീതിയിൽ മാറ്റപ്പെടുത്തിയെടുക്കുമ്പോൾ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഇഷ്ടത്തെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള കാര്യം എന്താണ്? നമുക്ക് നേട്ടങ്ങളാണ് ആവശ്യം, അല്ലെ? ഒരാളും കോട്ടത്തെ ആഗ്രഹിക്കാറില്ല, ഒരാളും നെഗറ്റീവിനെ ആഗ്രഹിക്കാറില്ല, എല്ലാവരും പോസിറ്റീവിനെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ്നെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്, നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? നമുക്ക് നേട്ടം എന്താണോ നേടേണ്ടത് അതിലേക്ക് നമ്മൾ പോകാനായിട്ട് ഏറ്റവും നല്ലത് ഇത്തരം മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നത് എന്നുകൊണ്ടാണ് പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് യുവർ പോസിറ്റീവ് റിയാലിറ്റി, നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് യുവർ നെഗറ്റീവ് റിയാലിറ്റി. അപ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോസിറ്റീവിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെല്ലാം പോസിറ്റീവായി മാറുന്നു. ഇത്രയും ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റേ ഉള്ളൂ. ഇത് വലിയ സബ്ജക്റ്റ് കോംപ്ലിക്കേറ്റഡ് സാധനമല്ല. നമ്മുടെ നമ്മുടെ തോട്ട്സും ഫോക്കസും എവിടെയാണോ ദാറ്റ് വിൽ കം അവർ റിയാലിറ്റി. അത് ആ രണ്ട് കാര്യത്തെ, അതായത് നമ്മുടെ തോട്ട്സിനെയും ഫോക്കസിനെയും എങ്ങനെ നമുക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പറ്റുക. ആ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ്സുകൾ ഉണ്ടാവുന്നു. പക്ഷെ ഇവിടുത്തെ നമ്മുടെ കോമൺ മാൻ്റെ റിയൽ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കോമൺ മാൻ എന്താണ് നമ്മൾ അനുഭവിക്കുന്ന വിഷയം? നമ്മൾ അനുഭവിക്കുന്ന വിഷയം ഒന്നാമത് സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ തോട്ട്സ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ദാറ്റ് നമ്പർ 1. നിങ്ങൾക്ക് എഴുതി വെക്കാം. നിങ്ങളെല്ലാം അനുഭവിക്കുന്ന ഇത് വിഷയമാണോ എന്ന് നിങ്ങൾ നോക്കുക. എല്ലാവരും പെന്നും പേപ്പറും ഉണ്ടല്ലോ, ഒന്ന് എഴുതി വെച്ചോളുക. നമ്മുടെ മെയിൻ കോസ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കോസ്. കാരണം ആരും അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് തോട്ട്സുകളിലേക്ക് പോവില്ല, ആരും അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് ആവണമെന്ന് വിചാരിക്കില്ല, അല്ലേ? നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ചാണ്. എത്ര ബാഡ് ആയ മനുഷ്യനും എത്രയും ക്രൂരനായ മനുഷ്യനും എനിക്ക് മോശം സംഭവിക്കണമെന്ന് സ്വയം ആഗ്രഹിക്കാറില്ലല്ലോ. അപ്പോൾ അവൻ നെഗറ്റീവിലേക്ക് ചിന്തിക്കില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമുക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്, വാട്ട് ഈസ് യുവർ തോട്ട് ദാറ്റ് ബിക്കം യുവർ വേർഡ്സ്, വാട്ട് ഈസ് യുവർ വേർഡ്സ് ദാറ്റ് ബിക്കം യുവർ ആക്ഷൻ, വാട്ട്സ് യുവർ ആക്ഷൻ ദാറ്റ് ബിക്കം യുവർ ലൈഫ്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങൾ പറയുന്നു, നിങ്ങൾ എന്ത് പറയുന്നു അത് നിങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു അതിൻ്റെ നിങ്ങളുടെ ജീവിതമായി മാറുന്നു. അങ്ങനെ വരികിൽ നമുക്ക് ജീവിതത്തെ മാറ്റണമെങ്കിൽ എന്തുമാത്രം മാറ്റിയാൽ മതി? നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രവൃത്തിയല്ല മാറ്റേണ്ടത്, വാക്കുകളല്ല മാറ്റേണ്ടത്, പകരം അതിൻ്റെ കോസ് റൂട്ടായ ചിന്തയാണ് മാറ്റേണ്ടത്, അല്ലേ? അപ്പോൾ ചിന്ത മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതം മാറും. ഇത് തന്നെയാണ് ഫണ്ടമെന്റലായിട്ട് എല്ലായിടത്തും പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് കോഴ്സിൽ പോയാലും, ഏത് വിവിധപരമായ കോഴ്സുകളെല്ലാം പോയാലും കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ: ചിന്തകൾ മാറ്റൂ, ജീവിതം മാറ്റപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിലും ഇതേ സംഭവം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, നമ്മുടെ തോട്ട്സ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മളെ സാധാരണക്കാരൻ്റെ സമയത്ത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, അതിൻ്റെ ആ സ്റ്റേജ് കഴിഞ്ഞ ആൾക്കാരുടെ വിഷയം, കൃത്യമായി നമ്മുടെ ആഗ്രഹത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തപ്പിപ്പിടിക്കണം. എന്താ നിങ്ങൾക്ക് ആവണ്ടേന്ന് ഒരാൾ ചോദിച്ചാൽ ഒരു പിടിയില്ല, അഭിപ്രായമില്ല. ആഗ്രഹമുണ്ട്, എനിക്ക് മാറണം, എനിക്ക് നേടണമെന്നുള്ള ആഗ്രഹമൊക്കെ അതിയായിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സാമ്പാറിന്റെ മിക്സ് മേടിക്കാൻ പോയ പോലെയാണ്. എല്ലാ സാധനമുണ്ട്,
പക്ഷെ സാമ്പാർ ആക്കണമെങ്കിൽ അതിനെ പറ്റിയുള്ള പരുവത്തിലാക്കി എടുത്തു വെച്ചിട്ടില്ല, അതുകൊണ്ട് സാമ്പാർ ആവുന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാധാരണക്കാരൻ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ. അപ്പൊ ഇങ്ങനെയാണ് രണ്ടാമത്തെ വിഷയം. ഏതാണ് ആഗ്രഹങ്ങളുണ്ട്, അതിനെ പാകപ്പെടുത്തിയെടുക്കാൻ അറിയുന്നില്ല. മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്, പാകപ്പെട്ടിട്ടുമുണ്ട്, ആക്ഷൻ അറിയില്ല. ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെയാണ് ഇത് സാധ്യമാകുക എന്നറിയില്ല. എഴുതിയല്ലോ, ഹൗ ടു ആക്ഷൻ അറിയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം മൂന്നും കഴിഞ്ഞു, പക്ഷെ അതിന് തത്തുല്യമായി എനർജി എനിക്കില്ല, എനർജി നിൽക്കുന്നില്ല. ഇത് നേടാൻ നമുക്കൊരു ഊർജം വേണ്ടേ? രാവിലെ എഴുന്നേക്കണമെന്ന് ആഗ്രഹമുണ്ട്, പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വായിച്ചാലേ രക്ഷപ്പെടുള്ളൂ എന്നും ആഗ്രഹമുണ്ട്, അറിയാം. പക്ഷെ ഒരു ദിവസം വായിച്ചു. ഇത് എനിക്കിവിടെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറയും. സാറിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ, ഞാൻ എൻ്റെ ഇൻസ്പിറേഷനിൽ 3-4 ദിവസം ചെയ്യും. 4ാമത്തെ ദിവസം സാറേ 4 മണിക്ക് എഴുന്നേക്കല് ഇന്നലെ വൈകിപ്പോയി സാർ, 5 മണിക്കായിപ്പോയി. അപ്പൊ നാളെ ഞാൻ എന്തായാലും എഴുന്നേക്കും. പിറ്റേ ദിവസം 5:30 മണിയാണ്. അപ്പൊ എന്ത് പറ്റി? എല്ലാ ദിവസവും നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, സമയം നമുക്കും നമ്മുടേതായ പരിമിതികളുണ്ടല്ലോ. അപ്പൊ പറയും സാറേ നടക്കുന്നില്ല സാറേ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ക്ഷീണമാണ്, ഇന്നലെ ലേറ്റായി ഉറങ്ങിപ്പോയി, എഴുന്നേക്കാൻ പറ്റിയില്ല, രാവിലെ ജലദോഷം വന്നു, പനി വന്നു എന്ന് പറയുന്ന നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നൊരവസ്ഥ. അതാണ് 4ാമതായി ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം. ഇനി അതുക്കും കഴിഞ്ഞ ആൾക്കാരുണ്ട്, എല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇതെല്ലാം എനിക്ക് എഴുന്നേക്കാനും പറ്റും, പക്ഷെ സാറേ വീട്ടിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭർത്താവ് വഴക്ക് പറയും, ഭർത്താവ് പറയും ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭാര്യ പറയും ലേറ്റ് ഇട്ട് എന്ന് കൊണ്ട് ഒച്ച ഉണ്ടാക്കും, അതുകൊണ്ട് ഒരു രക്ഷയില്ല സാറേ, നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ വിവിധമായ വിഷയങ്ങളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊക്കെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ എനർജിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതാണ്. ഏതാണ് അടുത്ത തലത്തിലേക്ക് പോകാനുള്ള എനർജിയെ ബാലൻസ് ചെയ്ത് അങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിരിക്കും ചെറിയ ആൾക്ക് ചെറിയ വിഷയം, വലിയ ആൾക്ക് വലിയ വിഷയം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുക? വലിയ പ്രശസ്തരായ ആൾക്കാരൊക്കെ വിഷ്വലൈസേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് നേടാൻ പറ്റിയ സാധനങ്ങൾ നേടിയത് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി, അല്ലേ? ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസുകൾ നമ്മൾ എടുക്കുന്നത്. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രാക്ടീസുകളാണ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടീസുകൾ ഡെയിലി ദിനേന നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ എടുക്കണ്ട. ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സിൽ ഞാൻ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഹാർഡായിട്ട് ചെയ്യുന്നില്ല, എല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്മോൾ സ്റ്റെപ്പുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബിലീവ് ചെയ്യുന്ന സിസ്റ്റം, നിങ്ങൾ ആരെങ്കിലും ഓട്ടോമാറ്റിക് ഹാബിറ്റ്സ് ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ സക്സസിൻ്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ബേബി സ്റ്റെപ്പുകളാണ്. ചെറിയ സ്റ്റെപ്പുകളിലൂടെ മാത്രമേ നമുക്ക് വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു വലിയ ഭവനം ഉണ്ടാക്കണമെങ്കിൽ കല്ലുകൾ കെട്ടിക്കെന്നെ പോകണം, അല്ലേ? ഒറ്റയടിക്ക് പില്ലർ പോകണം, കോൺക്രീറ്റ് ചെയ്ത് വീട് കെട്ടിക്കഴിഞ്ഞാൽ നിൽക്കില്ല. അപ്പോൾ ചെറിയ ആക്ഷനിലൂടെ നമുക്ക് നേടാനുള്ള കാര്യം തന്നെ. പക്ഷേ അതിനു മുമ്പ് നമുക്ക് എന്ത് നേടണമെന്ന് ഡിഫൈൻ ചെയ്യണം, അത് കൃത്യമായി അതിന് വഴികൾ കണ്ടെത്തണം. ആ സെറ്റിങ്സ് ഒക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്ഷൻ എളുപ്പമാണ്. ഇതിന് പറയുന്ന പേരാണ് ഗോൾ സെറ്റിങ്സ്. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നേടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞു തന്നു. ലോ ഓഫ് അട്രാക്ഷൻ ഒരു എന്താ പറയുക ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണെന്ന് പറഞ്ഞു. അതിന് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. തോട്ട്സിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. പോസിറ്റീവ് തോട്ട്സ് ബിക്കം എ പോസിറ്റീവ് മെന്റാലിറ്റി, നെഗറ്റീവ് തോട്ട്സ് ബിക്കം എ നെഗറ്റീവ് മെന്റാലിറ്റി. അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് ഗീവ് യു പോസിറ്റീവ് ഔട്ട്പുട്ട്, നെഗറ്റീവ് തോട്ട്സ് ഗീവ് യു നെഗറ്റീവ് ഔട്ട്പുട്ട്. ഇത്ര മാത്രം അതിനകത്ത് കോൺസെപ്റ്റിലുള്ളൂ, വേറെ ഒന്നുമില്ല. അതിന് വിവിധമായ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം, അല്ലേ? നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള എനർജി എന്താണ്? നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ? നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള എനർജി പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്താണോ അതിന് തത്തുല്യമായി ഇൻപുട്ട് നമ്മൾ കൊടുക്കണം, അല്ലേ? നമുക്ക് പാല് കിട്ടണമെങ്കിൽ
പശുവിന് പുല്ല് കൊടുക്കുക തന്നെ വേണം എന്നതുപോലെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിന് തത്തുല്യമായ ഇൻപുട്ടുകൾ നമുക്ക് കൊടുക്കണം. പോസിറ്റീവാണ് എനിക്ക് ലൈഫിൽ ആവശ്യമുള്ളതെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഇൻപുട്ടുകൾ കൊടുക്കണം. നെഗറ്റീവാണ് നമുക്ക് ലൈഫിൽ ആവശ്യമെങ്കിൽ നെഗറ്റീവ് ഇൻപുട്ടുകൾ കൊടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എങ്ങനെ കൊടുക്കാം? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, ഞാൻ കൊടുക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയുന്നില്ല, അതെങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ ഉത്തരമാണ് നമ്മൾ ആദ്യം കണ്ടെത്തുക. അപ്പോൾ ഈ കോൺസെപ്റ്റിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പോസിറ്റീവ് മൈൻഡിലേക്ക്, പോസിറ്റീവിലേക്ക് മാറ്റി നമ്മൾ അഫ്രിം ചെയ്യും. അഫ്രിം ചെയ്ത് കഴിഞ്ഞാൽ എന്താ, പിന്നെ നമുക്ക് നമ്മളെ തോട്ട്സുകളൊക്കെ പോസിറ്റീവായി മാത്രം മാറും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അപ്പോൾ തോട്ട്സും ബിലീഫ്സും നമ്മൾ മാറ്റുക എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒന്നാമത്തെ പാർട്ട്. ചേഞ്ച് യുവർ തോട്ട്സ് ആൻഡ് ബിലീഫ്സ്. ഈ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്ന ഈ ഒറ്റ പോയിന്റിലാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ തോട്ട്സ് ആൻഡ് ബിലീഫ് സിസ്റ്റംസ്. എങ്ങനെ? ഈ പറഞ്ഞ പോലെ ഇൻപുട്ടുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ മാറ്റിയെടുക്കും. നിലവിലുള്ള ഇന്ന കാര്യം എനിക്ക് ഗുണകരമല്ല. ചിലവർക്ക് ഒരുപാട്, ഇത് നമ്മളെ ജേണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിൽ കുറേ മാലിന്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന 10ഓളം മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ആ മാലിന്യങ്ങളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നല്ല വെള്ളം, നല്ല സ്വസ്ഥമായിട്ടുള്ള ജീവിത രീതി കിട്ടും. ആ മാലിന്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കോഴ്സാണ് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിൽ ക്ലൻസിങ്, ഓരോ ആളുടെയും അസൂയ, പരദൂഷണം, കുറ്റബോധം, സങ്കടം, ഭയം, ദേഷ്യം, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കുറേ പശ്ചാത്താപം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ നമ്മൾ എടുത്തിട്ട് കളഞ്ഞിട്ട് അവിടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഒരു സാധനത്തെയും നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു കളയാൻ സാധിക്കില്ല. സയന്റിഫിക് ആയിട്ട് പറയുന്ന കാര്യം, നമ്മുടെ ഇതെല്ലാം ബ്രെയിനിലെ ന്യൂറോൺസിലുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഭയം എന്ന് പറയുന്നത് ന്യൂറോൺസിൽ ഒരു പാറ്റേൺ ഓഫ് ന്യൂറോൺസ് ആണ്. അതുകൊണ്ട് ഭയം എടുത്തു കളയുക എന്ന് പറയുന്നത് ന്യൂറോൺസിനെ എടുത്തു കളയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭയം അവിടെ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, അതാണ് ജേണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്നത്. ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെ ആ ഭയം എന്ന് പറയുന്ന ന്യൂറോൺസിനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ്. അവിടെ ഭയത്തിന് പകരം മറ്റൊരു സാധനത്തെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യും, അവിടെ റീപ്ലാന്റ് ചെയ്യും ആ സാധനത്തെ. ആ ഭയം എന്ന് പറയുന്ന വസ്തുവിനെ തിരിച്ച് ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് അതേ സാധനത്തെ, ഇപ്പോൾ ഒരാൾ പാമ്പ് കടിക്കുക എന്ന് പറയുന്നതാണ് അയാളുടെ ഭയമെങ്കിൽ, അയാളുടെ ഭയം മാറ്റാൻ പാമ്പിന്റെ കൂടെ ജീവിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ പാമ്പ് യൂസ്ഡ് ആയി മാറും, അല്ലാതെ ഭയത്തെ മാറ്റാൻ ഒരു കാരണവശാലും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സാധനത്തെ ഫോം ചെയ്തെടുക്കാം. അങ്ങനെയാണ് നമ്മളെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോട്ട്സുകൾ നന്നാവും. തോട്ട്സുകൾ നന്നായി നമ്മൾ ബിലീഫ് സിസ്റ്റം മൊത്തം മാറും. ബിലീഫ് സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ മാറും, നമ്മുടെ വാക്കുകൾ മാറും. തോട്ട്സ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ മാറും, വാക്കുകൾ കാണുകയാൽ നമ്മുടെ പ്രവൃത്തികൾ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതവും മാറും. ഇതാണ് ഒന്നാമത്തെ കാര്യം ലോ ഓഫ് അട്രാക്ഷൻ പറ്റി. ഇനി രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താവണമോ അതിൻ്റെ വിഷ്വലൈസേഷനിലേക്ക് പോകണം. നിങ്ങൾ നിങ്ങളുടെ ആ സംഭവം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. കോമൺ പ്രാക്ടീസ് അസോസിയേറ്റഡ് വിത്ത് ലോ ഓഫ് അട്രാക്ഷൻ ഈസ് എ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അത് വിഷ്വലൈസേഷൻ നമ്മൾക്കൊരു കമ്പനിയുടെ GM ആയി മാറണമെങ്കിൽ, നമുക്കൊരു സ്ഥാപനത്തിൽ വലിയൊരു പൊസിഷനിൽ എത്തണമെങ്കിൽ, നമുക്കൊരു ടീച്ചറായി ജോലി ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ, അച്ഛനാവണമെങ്കിലോ അമ്മയാവണമെങ്കിലോ ആദ്യം നമ്മൾ അച്ഛനും അമ്മയും എന്താണെന്നും അവർ ആ സമയത്ത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി കയ്യിൽ കിട്ടുന്നത് എന്താണെന്ന് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഈ വിഷ്വലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും നമ്മൾ അതായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു ഇതുമില്ലാത്ത. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ രണ്ടാമത്തെ വളരെ
കീ കോൺസെപ്റ്റാണ് അതിൻ്റെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, വളരെ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ക്യു ആൻഡ് സെക്ഷനിലേക്ക് പോകാം. ഈ 15-ാം തീയതിയാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൻ്റെയൊക്കെ ഓരോ പ്രാക്ടീസുകളാണ് ഇവിടെ ചെയ്യുന്നത്. തിയറികളൊക്കെ നിങ്ങൾക്ക് സ്വതന്ത്രം മനസ്സിലാവും. ഞാൻ കൃത്യമായി പ്രാക്ടീസുകൾ ഓരോ സിസ്റ്റംസ് പറഞ്ഞ് പഠിപ്പിച്ച് അതിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കി ആ ഉപയോഗിച്ച് റിസൾട്ടുകൾ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളെ ആ ക്ലാസ്സിൽ നിന്ന് പുറത്തു വിടുള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയിട്ട് മാത്രമേ. നേടിയില്ല എങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയാണ്. 30 ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസോട് നേടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അതിന് മണി ബാക്ക് കൊടുക്കും ആൾക്കാർക്ക്. യാതൊരു തര ഇതും വേണ്ട, കാരണം 100% ഉറപ്പാണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിൻ്റെ 3ാമത് ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് തിങ്കിങ്? പോസിറ്റീവ് മെൻറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾക്കും ഒരു പോസിറ്റീവ് ഔട്ട്കം വരില്ല. പോസിറ്റീവ് ഔട്ട്കം വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ അല്ലേ? അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് നമുക്കുണ്ടാവണം. അത് കോൺഷ്യസ്ലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏതാണ് പോസിറ്റീവ് അവസ്ഥയെന്നും ഏതാണ് എൻ്റെ വാക്കിൽ നിന്ന് വരുന്ന നെഗറ്റീവ് കാര്യങ്ങളെന്നും എൻ്റെ തോട്ട്സിൽ എവിടെയാണ് നെഗറ്റീവ് വരുന്നതെന്നും ഒരാൾ എപ്പോഴാണോ അവെയർ ആവുക, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് അവെയർനെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ നിമിഷത്തെ പറ്റിയും പൂർണ്ണ ബോധം നമുക്കുണ്ടാവുക എന്ന് പറയുന്നത്. ആ അവെയർനെസ് എപ്പോഴും വരുന്നുവോ അപ്പോൾ പിന്നെ നമ്മൾ കോൺഷ്യസ്ലി ആ സാധനത്തെ റീപ്ലേസ് ചെയ്യും. ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ പറയാം. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് വെച്ചാൽ അയാളൊക്കെയാണ്, നിങ്ങളെ സംബന്ധിച്ച് അയാൾ ഒരു നല്ല മനുഷ്യനാണ്. പക്ഷേ നിങ്ങൾ നല്ല ഫ്രണ്ട്ലിയാണ് ആളുമായിട്ട്. അപ്പോൾ നിങ്ങൾ തമാശക്ക് എന്തുവാടേ, നീ എന്താ ഇങ്ങനെ, നീ എന്താ അങ്ങനെ, ഓടെ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കും ആൾക്കാരോട് അല്ലേ? പൊതുവെയുള്ള സംസാരമാണ്. നിങ്ങൾ ആ വാക്കുകൾ ശരിക്കും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ അറിയാതെ ചില വാക്കുകൾ നമ്മുടേതല്ല, നമുക്ക് വേണ്ടാത്ത വാക്കുകൾ അതിൻ്റെ ഇടയിൽ വരും. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ ബോസ്, അയാളുടെ സ്റ്റാഫിന് വളരെ കാര്യമാണ്, വളരെ ഇഷ്ടമാണ്. സ്റ്റാഫില്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്റ്റാഫാണ് അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, സ്റ്റാഫാണ് അയാൾക്കെല്ലാം. അതുകൊണ്ട് അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, സ്റ്റാഫിനോട് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ എപ്പോൾ സ്റ്റാഫിനെ കണ്ടാലും ഇയാൾ ആദ്യം ഒരു സൗണ്ട് കൂട്ടിയിട്ട് ഒരു അധികാര സ്വരത്തിൽ അവരോട് സംസാരിക്കുകയും അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞിട്ട് ഇയാളുടെ മനസ്സിൽ അവരെ പറ്റിയിട്ട് ഇവൻ ഇപ്പോൾ ചെയ്ത് ശരിയല്ല എന്ന് അയാൾക്ക് തോന്നുക, ആ കേൾക്കാർക്ക് തോന്നുകയും നമുക്കും അത് തോന്നുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നമുക്ക് ഗുണകരമായി ഭാവിക്കില്ല റിസൾട്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്കറിയാതെ സംഭവിച്ചത്, അറിഞ്ഞുകൊണ്ടല്ലേ, ഇന്റൻഷ്യലി അല്ല കേട്ടോ, നോൺ ഇന്റൻഷ്യലിയാണ്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നെ സംബന്ധിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക. അതാണ് പോസിറ്റീവ് തിങ്കിങ്. കൃത്യമായി പോസിറ്റീവ് തിങ്കിങ് എന്താണെന്ന് നമുക്ക് ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഓരോ ആൾക്കനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, ഓരോ സന്ദർഭങ്ങളിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ശാശ്വതമായ ശരിയോ ശാശ്വതമായ സത്യമോ ശാശ്വതമായ അസത്യമോ ഈ ലോകത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല, മാറി മാറി വരും. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്ന സമയവുമായിട്ട് അത് മാച്ച് ആവുന്നു എന്നതാണ് അതിന്റെ പോസിറ്റീവ്നെസ് മനസ്സിലാക്കുക. വളരെ കൃത്യമായി നമ്മൾ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ വാച്ച് ചെയ്യുകയും അവെയർനെസ്സിലൂടെ നമ്മൾ നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മൾ നിലനിൽക്കുകയും വേണം. അപ്പോൾ മാത്രമാണ് നമ്മളിൽ പോസിറ്റീവ് നിറയുള്ള അബൻഡൻസ് ഓഫ് പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. ആ പോസിറ്റീവ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് നിർബാധം ചിരിക്കാനും കളിക്കാനും പറയാനും പറ്റും. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് എന്താ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ലോ ഓഫ് അട്രാക്ഷനിൽ. നാലാമത്തെ കാര്യം വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഇന്നലെയും ക്ലാസ്സിൽ പറഞ്ഞു, മിനിയാന്നും പറഞ്ഞു, എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നു, ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു.
ഈ സാധനം നിങ്ങൾ ഉപയോഗിക്കാത്തിടത്തോളം കാലം ദൈവം നിങ്ങൾക്ക് ഒരു സംഭവവും തരില്ല എന്ന്. ദൈവം തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സാധനം തരില്ല. കാരണം നിങ്ങൾക്ക് എന്തുണ്ട് എന്നതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ തയ്യാറാവണം. എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ് ഈസ് സെറ്റ് ടു അലൈൻ യുവർ എനർജി വിത്ത് അബൻഡൻസ് ഓഫ് യൂണിവേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് എന്തുണ്ട് എന്നതിനനുസരിച്ചുള്ള എനർജി നിങ്ങൾ റീ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് അടുത്ത സാധനത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റുക. ഞാൻ കഴിഞ്ഞ 3 ദിവസം റിപ്പീറ്റായി പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക തന്നെ വേണം. നിങ്ങൾ സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഇന്നലെയാണോ മിനിയാണോ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യത്തെ എടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പോയപ്പോൾ 100-ൽ പരം സംഭവങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനായിട്ട് വന്നു. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 100 ആൾക്ക് എനിക്ക് ഇതിന്റെ പിറകിലോട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടി വരും അല്ലേ. അത്രയും അബൻഡൻസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കണം നമ്മുടെ മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കണം ഗ്രാറ്റിറ്റ്യൂഡിൽ. അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് അടുത്ത സാധനത്തിലേക്ക് നമ്മളിലേക്ക് വരാൻ പറ്റുക. ഞാൻ നിങ്ങൾ പറഞ്ഞു, നമ്മൾ പാല് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതിന് തുല്യമായ പാത്രം വാങ്ങിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്ന പോലെ നമുക്ക് വലിയ കാര്യം നേടാനാണ് നമുക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉള്ള കാര്യം നിറച്ചിട്ടുള്ള ഒരു സാധനവുമായി നമ്മൾ പോകുമ്പോൾ ഇതിലേക്ക് വരാൻ വളരെ എളുപ്പമാണ് ഈ സാധനത്തിന്. കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഇവരുടെ അടുത്തേക്ക് വന്നാൽ. കാരണം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ മനുഷ്യനല്ല, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനമായ തത്വം എന്താണെന്നറിയോ, അതിൻ്റെ ആവശ്യം എന്താണെന്നറിയോ. ഇപ്പം നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് നമ്മൾ പൊതുവെ ഉദാഹരണം പറയാം. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡ് വരെ നടക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾ സ്ഥിരമായി നടക്കുകയാണെന്ന് കരുതിക്കും. നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ആദ്യത്തെ ഷോപ്പിലുള്ള ആള് നിങ്ങൾ നോക്കി പുഞ്ചിരിച്ചു, ഒരു പുഞ്ചിരി നൽകി, നിങ്ങൾ മുന്നോട്ട് പോയി. അടുത്ത ഷോപ്പിലെ ആള് നിങ്ങളെ കാണുമ്പോൾ മുഖം തിരിച്ചു, നിങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. മൂന്നാമത്തെ ഷോപ്പിലെ ആള് നിങ്ങളെ കാണുമ്പോൾ ഒരു മഗ് വെള്ളം എടുത്തിട്ട് പുറത്തോട്ട് ഇങ്ങനെ കളഞ്ഞു. എന്നുവെച്ചാൽ നിങ്ങളെ ഒഴിച്ച പോലെ ഒഴിച്ചു. അയാൾ ഒഴിച്ചില്ല, അയാൾ പോയി. നാലാമത്തെ ഷോപ്പിലെ ആള് നിങ്ങളെ കാണുമ്പോൾ ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കി. ഈ യാത്ര നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി, നിങ്ങൾ ബസ് പോയി, യാത്ര പോയി. പിറ്റേ ദിവസം നിങ്ങൾ പോകുന്ന പോക്കിൽ ഏത് ഷോപ്പിലേക്കായിരിക്കും നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടത്തോടെ നോക്കുക? നിങ്ങൾ ഏത് ഷോപ്പിൽ ആളുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യമല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് നോക്കുക. ഒന്നാമത്തെ ഷോപ്പിലുള്ള പുഞ്ചിരിച്ച ആളോടല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മണി വേണം, നിങ്ങൾക്ക് 1 കോടി രൂപ വേണം, നിങ്ങൾ 1 കോടി രൂപയ്ക്ക് മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് കരുതിക്കോ. നിങ്ങൾക്കിപ്പോൾ 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 5 ലക്ഷത്തിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോഴല്ലേ അടുത്ത 95 ലക്ഷത്തിന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹമുണ്ടാവുകയുള്ളൂ. അടുത്ത 95 ലക്ഷത്തിന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഈ 5 ലക്ഷത്തിന് ഇവിടെ കൊടുക്കുന്ന അനുഭവം അതറിയില്ലേ? ആ 95 ലക്ഷത്തിനോട് ഈ 5 ലക്ഷം പറയില്ലേ, നിങ്ങൾ വന്നോളൂ, ഇവിടെ ഈ മനുഷ്യൻ വല്ലാത്ത മനുഷ്യനാണ്, നല്ലതാണ്, നമ്മളെ സ്നേഹിക്കുന്ന ആളാണ്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇയാളുടെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ആവശ്യമാണ്. എല്ലാവർക്കും എന്താ റെക്കഗ്നൈസേഷനാണ് ആവശ്യം കേട്ടോ. എല്ലാ ജീവചരാചരങ്ങൾക്കും റെക്കഗ്നൈസേഷനാണ് ആവശ്യം അല്ലെ? റെക്കഗ്നൈസേഷൻ്റെ അടുത്തേ നമ്മൾ പോവുള്ളൂ, അല്ലാത്തടത്ത് പോവില്ല. അപ്പോൾ അങ്ങനെ വരികിൽ നമ്മൾ കൊടുക്കുന്ന 5 ലക്ഷത്തിന് കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന എത്രയാണ്? പിന്നെ 95 ലക്ഷത്തിന് നമ്മളെടുത്ത് വരാനുള്ള എല്ലാ വഴികളും. ഇതാണ് നമ്മളോട് റബ്ബുൽ പറഞ്ഞത്. നിങ്ങൾ ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് എന്താണോ അതിന് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞതിനാണ് അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞ കോൺസെപ്റ്റാണ്, നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു നന്ദി. നിങ്ങൾ റിയാക്ഷനിൽ പോയിട്ട് ലവ് ചിഹ്നം ഇപ്പം തന്നെ എല്ലാവരും പ്രസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുകയും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിച്ചതിന്
റിയാക്റ്റിൽ പോയിട്ട് ലവ് ചിഹ്നം വെക്കുക. കാരണം ഇത് നിങ്ങൾക്ക് കിട്ടിയത് വെറുതെ അല്ല, ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടുകൾ ഇതിൻ്റെ പിറകിൽ ലഭിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് അല്ലേ. അബൻഡൻസ് ഓഫ് ലവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അത് വരും. നിങ്ങൾ എന്ത് നൽകുന്നുവോ അതാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് സത്യം പോലെ. എല്ലാവരും കേട്ടോ, എല്ലാവരും കൊടുക്കും, എല്ലാവരും. താങ്ക് യു. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ചെയ്യുന്ന ഈ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകൾ എന്താണ് എന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇത്രയും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നതെന്ന് കൂടി പറഞ്ഞ് നമുക്ക് കാര്യത്തിൽ കിടക്കാം. എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഇത്രയും പോപ്പുലറായി ലോകത്ത് ഉപയോഗിക്കുന്നു? മറ്റേത് ടൂൾസിനേക്കാളും കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഇത് ഉപയോഗിക്കുന്നത് സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്. പേഴ്സണൽ ഡെവലപ്മെന്റ് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ഡെവലപ്മെന്റ് ഏരിയയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പേഴ്സണൽ ഡെവലപ്മെന്റ് ഏരിയയിൽ ഉപയോഗിക്കുന്ന ഇത്രയും വൈഡായിട്ട് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് റിഡക്ഷൻ വേണ്ടിയിട്ടാണ്. സ്ട്രെസ് റിഡക്ഷൻ നടക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന ആൾക്ക്. അപ്പോൾ എല്ലാവർക്കും ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കുടുംബവുമായി ബന്ധപ്പെട്ടും കുട്ടികളുമായി ബന്ധപ്പെട്ടും ഒക്കെ സ്ട്രെസ് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ ടൂൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് റിഡക്ഷൻസ് അവിടെ അനുഭവിക്കാൻ പറ്റും. എങ്ങനെയാണ് സ്ട്രെസ് റിഡക്ഷൻ സംഭവിക്കുന്നത്? ബൈ ഫോക്കസിങ് ഓൺ പോസിറ്റീവ് ഔട്ട്കം ആൻഡ് മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. പോസിറ്റീവായി ഞാൻ എന്നും പറയാറുണ്ട്, ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും അല്ലേ. എൻ്റെ പുസ്തകം തന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളുമാണ് ജീവിത വിജയത്തിന് വേണ്ടത്. ഇത് നമ്മുടെ സ്ട്രെസ്, ഇത് വായിച്ചിട്ട് മിനിയാന്ന് ഒരാൾ എന്നോട് ഒരു അഭിപ്രായം പറഞ്ഞു, ഇത് പറഞ്ഞു. ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പുള്ളി വാങ്ങിച്ചിട്ട് 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ പുള്ളി പറയും, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഈ സ്ട്രെസ് അനുഭവിച്ചതെല്ലാം 3 ദിവസം കൊണ്ട് എനിക്ക് ഉരുകിപ്പോകുന്ന പോലെയാണ് സാറേ പോയത്. ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് മാറ്റം 105 ദിവസം കഴിയുമ്പോൾ എൻ്റെ അവസ്ഥയായിരിക്കും. 3 ദിവസം കൊണ്ട് ഞാൻ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ലോകത്തേക്ക് ഉണ്ടാകാനുണ്ട്. ചില ചെറിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞു കൊടുത്തു പ്രാക്ടീസ് ചെയ്യണേ. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരെ സ്ട്രെസ് മുഴുവനായിട്ടും റിമൂവ് ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നമുക്ക് സാധ്യമാകും ഇതിനകത്താണ്. പിന്നെ എന്തിനാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത്? ഗോൾ അച്ചീവ്മെന്റിനാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. എങ്ങനെ? നമ്മൾ വീണ്ടും അത് തന്നെയാണ്, ഈസ് യൂസ് ടു ബി മോട്ടിവേഷണൽ ഫ്രെയിം വർക്ക് ടു ഹെൽപ്പ് പീപ്പിൾ ടു അച്ചീവ് ദെയർ ഗോൾസ്. ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൂളാണെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രെയിം വർക്ക് ഉണ്ടായി. ആ ഫ്രെയിം വർക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗോള് സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പൊതുവെ ഇങ്ങനൊരു കാര്യം ചോദിക്കില്ല. അത് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ലോജിക്കാണോ അല്ലെങ്കിൽ മാജിക് ആണോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ ചോദ്യമേ ഇല്ല. ഇന്നലെയും പറഞ്ഞിരുന്നു, എന്നാലും പറയാം. സൈക്കോളജിക്കലായിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഇതിൻ്റെ സയൻസ് എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ സയൻറ്റിഫിക്കൽ പ്രൂഫ് എന്തുകൊണ്ടില്ല എന്ന് പറയാം. മനസ്സിനെ പറ്റി തന്നെ സയൻസ് ഇതുവരെ പഠിച്ച് കൃത്യമായി എത്താത്തത് കൊണ്ട് സയൻസിന് അതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. കാരണം മനസ്സ് എന്ന് പറയുന്ന അത്ഭുതത്തെ പറ്റിയിട്ട് സയൻസിന് ഇതുവരെ ഒന്നും പിടികിട്ടിയിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷൻ ഫുള്ളി ബേസ്ഡ് ഓൺ മൈൻഡ് പവറാണ്. മൈൻഡിനെ ബേസ് ചെയ്ത സാധനമായതുകൊണ്ട് അതിനകത്ത് സയൻസ് എന്ന് പറയുന്ന സാധനത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ ന്യൂറോൺ സയൻസിൽ ഇതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്, ഫ്യൂഡോ സയൻസിൽ ഇതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പോസിറ്റീവ് സൈക്കോളജിയിൽ ഇതിന് വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ സൈക്കോളജിക്കലായിട്ട് ഇത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തോട്ട്സിനെ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നമ്മൾ നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നു എന്ന് മാത്രമാണ് അവിടെ പറയാനുള്ളത്. പിന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് എങ്ങനെയാണ്? സ്പിരിച്വാലിറ്റിയൊക്കെ ഇതിൻ്റെ പാട്ടാണ്. ഇതിലേക്ക് സ്പിരിച്വാലിറ്റിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ്
നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻസ് ലഭിക്കുക. കാരണം അത് ബിലീഫ് സിസ്റ്റത്തുമായി ബന്ധപ്പെട്ടതാണ്, മൈൻഡിന്റെ കാംനെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു, മനസ്സ് ശാന്തമായ ഒരു മനസ്സിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ വിത്തുകൾ മുളക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷന് ഫണ്ടമെന്റലായിട്ട് 3 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പോകുക. അടുത്തത് ഇത്രയേ ഉള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന കോർ പ്രിൻസിപ്പിൾ ഇസ് ആസ്ക്, ബിലീവ്, റിസീവ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷന്റെ കോർ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റ്സ് ഓഫ് 3 തിങ്സ്, കോർ വാല്യൂസ് 3 തിങ്സ്: ആസ്ക്, ബിലീവ്, റിസീവ്. ഈ ആസ്കിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കൃത്യമായി ആസ്ക് ചെയ്യാൻ നമുക്ക് അറിയാത്തതാണ്. അത് പഠിക്കുക തന്നെ വേണം, അതിന് സ്ക്രിപ്റ്റിംഗ് അറിയുക തന്നെ വേണം, എങ്ങനെ ചോദിക്കണമെന്ന് അറിയണം. രണ്ടാമത് ബിലീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളിലുള്ള മാലിന്യങ്ങളെ ഒഴിവാക്കിയിട്ട്, നമ്മൾ അബദ്ധധാരണകളെ ഒഴിവാക്കി, നമുക്ക് വേണ്ടാത്തതിനെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ബിലീവ് സ്ട്രോങ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1 കോടി രൂപ ഞാൻ തരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? 100 ചോദ്യം ചോദിക്കും, എന്തിനാണ് സാറ് തരുന്നത്, അത് തന്നിട്ട് എന്ന് തിരിച്ചു ചോദിക്കുമോ, എന്താണ് അതിനകത്തുള്ള കോൺസെപ്റ്റ് എന്താണ് എന്നൊക്കെ 100 ചോദ്യങ്ങൾ വരും. അന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്തത്, അല്ലേ? അപ്പോൾ അതിന് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായി ബിലീഫ് സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസീവ് ആവുക എന്ന് പറഞ്ഞാൽ ഇത് 2 കോൺസെപ്റ്റ് 3ാമത്തെ ഓട്ടോമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യമാണ്. ഇന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് Q&A സെക്ഷനിൽ പോകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഡിസ്കഷനിൽ പോകാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്. ആർക്കെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ ഇൻഡിവിജ്വലായിട്ട് വിളിക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഇല്ലേ, ആർക്കൊന്നും ചോദിക്കാനില്ലേ? എനിബഡി എൽസ് ഇത്രയും കേട്ടതിൽ നിന്നും? ആർക്കെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലും ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിനെ ബന്ധപ്പെടാം. 15-ാം തീയതി ആണ് ലോ ഓഫ് അട്രാക്ഷനും, 20-ാം തീയതി ജേർണി ടു ഹാപ്പിനെസിന്റെ പുതിയ സെഷൻ ആരംഭിക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമാണ് ക്ലാസ്. നിങ്ങളെ ഓരോ ആളെയും ഇൻഡിവിജ്വലായിട്ട് ട്രെയിൻ ചെയ്യും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് അതിനനുസരിച്ചായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. റിസൾട്ട് 100% ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം. എനിവൺസ് ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇൻഡിവിജ്വലായിട്ട് ആരെയും വിളിക്കുന്നില്ല, ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ കമ്മിങ്. നാളെയും ഇവന് സെയിം ടൈമിൽ വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കേൾക്കുക, ചോദിക്കുക, നമുക്കതിനെല്ലാം മറുപടി പറയാമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.